സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നയിക്കുന്ന LDF തെക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയ്ക്ക് ഫെബ്രുവരി 6-ന് ഇരിങ്ങാലക്കുടയിൽ സ്വീകരണം നൽകുമെന്ന് LDF കൺവീനർ ഉല്ലാസ് കളക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3-ന് മുനിസിപ്പൽ മൈതാനിയിലാണ് സ്വീകരണ സമ്മേളനം. ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നും മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ നേതൃത്വത്തിൽ ജാഥയെ സ്വീകരിച്ച് സ്വീകരണ കേന്ദ്രത്തിലേക്ക് ആനയിക്കും. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ് മാനേജരായ ജാഥയിൽ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത, അഡ്വക്കേറ്റ് P. വസന്തം, VT ജോസഫ്, KV സുബ്രഹ്മണ്യൻ, PK രാജൻ, യൂജിൻ മൊറേലി എന്നിവർ അംഗങ്ങളാണ്. 3 ജാഥകൾ ആരംഭിക്കുകയാണ്. പ്രധാനമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ തുടർഭരണത്തിൻ്റെ ഒരു വിളംബരമായിട്ടാണ് ജാഥ ആരംഭിക്കുന്നത്. LDFിൻ്റെ നേതൃത്വത്തിൽ 3-ാം തവണ വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഒരു തുടർഭരണത്തിൻ്റെ വിളംബരമായിട്ടാണ് ജാഥ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ കേരളത്തിലെ കഴിഞ്ഞ 10 വർഷമായി LDF ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ ഇതെല്ലാം ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമായും ഈ വികസന മുന്നേറ്റ ജാഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തെക്കൻ മേഖല ജാഥ ഇന്ന് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കരയിൽ വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പര്യടനം ആരംഭിക്കുകയാണ്. ആ ജാഥയിൽ ക്യാപ്ഷനായിട്ടുള്ള സഖാവ് ബിനോയ് വിശ്വം, CPIയുടെ സംസ്ഥാന സെക്രട്ടറി, കൂടാതെ CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള സുജാത, CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ് ഉൾപ്പെടെ